ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലും മറ്റ് പ്രമുഖ നേതാക്കളെല്ലാം പരാമർശിച്ചുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. കേരളത്തിൽ ഇന്ന് കണ്ടുവരുന്ന ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ പ്രീണനം അതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് UDF ആണ്. അവരെ സംബന്ധിച്ച് ആര് തല്ലിയാലും കുഴപ്പമില്ല, ഇവിടെ ഒരു തല്ല് നടക്കണം എന്നതേ ഉള്ളൂ. ഇവിടെ ഒരു അരാജകത്വം ഉണ്ടായാൽ അത് മുതലെടുത്ത് കരകയറാമെന്ന് ചിന്തിക്കുന്ന UDFൻ്റെ സംവിധാനങ്ങൾ, ആ സംവിധാനം ഇന്ന് ഏറ്റവും പ്രോത്സാഹിപ്പിക്കുന്നത് മതവികാരം ഉണർത്തിവിടുക എന്നുള്ളതാണ്. BJP ഉണർത്തിവരുന്ന മതവികാരത്തെക്കാൾ അപകടകരമായ മതവികാരമാണ് UDF ഈ സംസ്ഥാനത്ത് അഴിച്ചുവിടുന്നത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പറഞ്ഞു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്ത് പറഞ്ഞു? പോറ്റിയെ കയറ്റി. ആര് പോറ്റിയെ കയറ്റി? പോറ്റിയെ കയറ്റിയത് തന്ത്രിയാണ്, മന്ത്രിയല്ല. പോറ്റിയെ കയറ്റത് ഏതോ മന്ത്രിയാണ്, പോറ്റിയെ കയറ്റിയത് ഏതോ ബോർഡ് മെമ്പറാണ്, ഏതോ ചെയർമാൻ പ്രസിഡന്റാണ് എന്നെല്ലാം പറഞ്ഞ് പ്രചരിപ്പിച്ച് പാട്ട് പാടി നടന്ന കോൺഗ്രസ്സുകാർ ഇപ്പോൾ പറയുന്നത് പോറ്റിയെ കയറ്റിയത് തന്ത്രിയാണ് എന്ന് ആര് കണ്ടെത്തി? കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. സാധാരണ ഒരു അന്വേഷണം തുടങ്ങിയാൽ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കുകയാണ്. ഇവിടെ അങ്ങനെയല്ല. എല്ലാ ആഴ്ചകളിലും 1-2 ആഴ്ച കൂടുമ്പോൾ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി അടച്ചിട്ട കോടതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിക്കുകയാണ്, എന്തായി കാര്യങ്ങൾ, എവിടം വരെ എത്തി, ആരെയൊക്കെ അറസ്റ്റ് ചെയ്തു, ആരൊക്കെയാണ് കുഴപ്പക്കാർ എന്നന്വേഷിക്കുന്ന അത്ര കൃത്യതയുള്ള ഒരന്വേഷണത്തിൽ ഈ പറയുന്ന മോഷ്ടാവായ പോറ്റിയെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നതും അവിടെ അകത്ത് കയറ്റിയതും തന്ത്രിയാണ് എന്ന് പറയുമ്പോൾ കുറേ ആളുകൾ പറയുന്നു അങ്ങനെയല്ല, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ കേസിൽ പ്രതിയാകണം. അതാണിപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയം. ഞങ്ങളെന്താണോ ഉദ്ദേശിക്കുന്ന അയാൾ കേസിൽ പ്രതിയാകണം. എന്തൊക്കെ കുറ്റം ചെയ്തു എന്ന് UDFും BJPയും ഒരേ സ്വരത്തിൽ പറയുന്നു. അവർ ആ കുറ്റം ചെയ്തു എന്ന് സമ്മതിക്കണം. അത് പറ്റൂ. ഈ രാജ്യത്തൊരു നീതിന്യായ വ്യവസ്ഥയുണ്ട്. അവിടെ സത്യസന്ധമായി മാത്രമേ ഒരു ഗവൺമെൻറ് പെരുമാറാൻ പറ്റൂ. മാത്രമല്ല, സർക്കാർ സ്വാധീനിക്കപ്പെടുന്ന ഒരു അന്വേഷണമല്ല, സംസ്ഥാന സർക്കാരിനോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പോലും ഇടപെടാൻ കഴിയുന്ന ഒരു അന്വേഷണമല്ല ശബരിമല വിഷയത്തിൽ നടക്കുന്നത്. ശബരിമലയിൽ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എങ്കിൽ അത് കണ്ടെത്തുമ്പോൾ കോടതി മുമ്പാകെ തന്നെ അത് വരികയും അവരെ ആരാണോ കുറ്റക്കാർ അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. ഒരു തെരഞ്ഞെടുപ്പിൽ മറ്റൊന്നും, ഞാൻ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലത്തും പോയി നോക്കി. BJPക്കും കോൺഗ്രസിനും ഒരേ സ്വരയാ പറയാനുള്ളത്, ആ ശബരിമല 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 ശബരിമല. ആരാണ് ശബരിമലയിൽ സ്വർണം കട്ടതെന്നും കൊടിമരത്തിൻ്റെ മുകളിലിരുന്ന വായുവാഹനം വരെ അടിച്ചുകൊണ്ട് പോയത് ആരാണെന്നും ഇപ്പോൾ ദിവസങ്ങൾ കഴിയുന്നവരും തെളിഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി തെറ്റായി ധരിപ്പിച്ചതിന് കേരളത്തിലെ ജനങ്ങളോട് UDFും BJPയും ഒരേ സ്വരത്തിൽ മാപ്പ് പറയേണ്ട സമയമായിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞ എന്താണ്? നമ്മളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു ജനങ്ങളോട് പറഞ്ഞത് ഈ നാടിൻ്റെ പുരോഗതിയെക്കുറിച്ചാണ്. ജനക്ഷേമപരമായി തൊഴിലുറപ്പ് പദ്ധതി അവസാനിപ്പിച്ചതിൻ്റെ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് നമ്മൾ ക്ഷേമ പെൻഷനിലുള്ള വർധനവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഓരോ ഗ്രാമപ്രദേശത്തും വന്നുള്ള വികസനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നാടിൻ്റെ നന്മയെക്കുറിച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി പറഞ്ഞത്. പക്ഷേ അത് കേൾക്കാൻ ആളുണ്ടായില്ല. അവിടെ മതവികാരം എവിടെയും, ഏത് രാജ്യത്തും, ഏത് ജനാധിപത്യത്തിലും, ഏത് ഫാസിസത്തിലും അഴിച്ചുവിടാൻ കഴിയുന്ന ഒരു സാധനമാണ് മതവികാരം. ആ മതവികാരത്തെ ഉണർത്തിവിട്ട് ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷങ്ങളെയും തമ്മിലടിപ്പിച്ചും വിയോജിപ്പിച്ച് നിർത്തിയും ഒക്കെ അധികാരം പിടിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഈ രണ്ട് കക്ഷികൾക്കുമുള്ളൂ. നമ്മളിവിടെ തിരുവനന്തപുരത്ത് BJP അധികാരത്തിലെത്തി എന്നൊക്കെ കൊട്ടിഘോഷിക്കുന്നു. ഞാൻ തിരുവനന്തപുരത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തിരുവനന്തപുരത്ത് വന്ന ആളാണ്, പഠിക്കാൻ വേണ്ടിയിട്ട്, സ്കൂളിൽ ചേരാൻ വേണ്ടി. ഞാൻ പറയാം, ഇത്രയും വികസനം തിരുവനന്തപുരത്തിൻ്റെ ചരിത്രത്തിലുണ്ടായത് സഖാവ് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായതിനു ശേഷം കൊണ്ടുവന്ന പദ്ധതിയിൽ തന്നെയാണ് തിരുവനന്തപുരം നഗരം അങ്ങ് കവടിയാർ അങ്ങ് പേരൂർക്കട മുതൽ ഇങ്ങോട്ട് വികസിച്ചത്. അനേകം ഡ്രെയിനേജ് വർക്കുകൾ, അവിടെ അങ്ങ് ഡ്രെയിനേജ് ഉണ്ടായിരുന്നില്ല, അമ്പലമുക്ക് പേരൂർക്കട ഭാഗത്തൊന്നും. അവിടെയെല്ലാം ഡ്രെയിനേജ് വന്നു. ഇവിടെ MLA ഇവിടെ ഇരിപ്പുണ്ട്, നമുക്ക് കാണാം. അവിടെയെല്ലാം പൈപ്പ് ലൈനുകൾ ഇല്ലാത്തടത്തെല്ലാം പൈപ്പ് ലൈൻ വന്നു, നല്ല റോഡുകൾ വന്നു. ഇതെല്ലാം വന്നത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പറയുന്നു ഞങ്ങൾ ഇപ്പം ശരിയാക്കി തരും എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. ഇപ്പം ശരിയാക്കും, കുതിരവട്ടം പപ്പു ശരിയാക്കിയതുപോലെ ഇപ്പം ശരിയാക്കും എന്നാണ്. ഒന്നും ശരിയാവത്തില്ല. ആർക്കും ഒരു ആശങ്കയും വേണ്ട. ഇതെടുത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചോളൂ, 5 കൊല്ലം കഴിഞ്ഞ് വീണ്ടും കേൾക്കാം. ഒന്നും തിരുവനന്തപുരം സിറ്റിയിൽ നടക്കാൻ പോകുന്നില്ല. കാരണം കിട്ടിയ പഞ്ചായത്തുകളിലൊന്നും നടന്നിട്ടില്ല. നിയമം അസംബ്ലി മണ്ഡലം കിട്ടിയിട്ട് ഒന്നും നടന്നില്ല. ശിവൻകുട്ടിയേട്ടൻ്റെ മണ്ഡലമാണ്. അവിടെ ഒന്നും നടക്കാത്തതുകൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവിടെ എന്തെങ്കിലും വികസനം നടന്നോ ആ കാലഘട്ടങ്ങളിൽ? ഈ സംസ്ഥാനത്ത് കിഫ്ബി വന്ന വർഷങ്ങളാണ്. ആ മന്ത്രിസഭയുടെ കാലത്താണ് കിഫ്ബി വരുന്നതും എല്ലാ സ്ഥലത്തും. അതിനോടനുബന്ധമായി സർക്കാർ പ്രഖ്യാപിച്ച വികസനമല്ലാതെ മറ്റൊരു വികസന പ്രവർത്തനവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ യാതൊരു സഹായവും ഈ തിരുവനന്തപുരം ജില്ലയിലേക്കോ തിരുവനന്തപുരം നഗരത്തിലേക്കോ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. നഗരവികസന പദ്ധതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു, നേരത്തെ ആവർത്തിക്കുന്നില്ല. നഗരവികസന പദ്ധതിയിൽ 500 കോടി രൂപ ചെലവഴിച്ചിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ 500 കോടി രൂപയും പിന്നെ 183 കോടി രൂപ കോർപ്പറേഷനതായും ചെലവഴിച്ചത് സംസ്ഥാന ഖജനാവിൽ നിന്നാണ്. അപ്പോൾ ആരാണ് കൂടുതൽ ചെലവഴിച്ചത്?
പള്ളിക്കൂടത്തിൽ പോയവർക്ക് മനസ്സിലാവുമല്ലോ, കണക്കറിയാവുന്നവർക്ക് മനസ്സിലാവുമല്ലോ. കൂടുതൽ പണം ചെലവഴിച്ചത് സംസ്ഥാന സർക്കാരാണ്. ഇപ്പം ജലജീവൻ മിഷൻ പദ്ധതി, ജലജീവൻ പദ്ധതിയിൽ ഏതാണ്ട് 35% മാത്രമേ കേന്ദ്രത്തിനുള്ളൂ. ബാക്കി മുഴുവൻ, അതായത് സാധാരണക്കാരായ പൗരന്മാരിൽ നിന്ന് സ്വീകരിക്കേണ്ട ബെനിഫിഷ്യറി ബെനിഫിറ്റ് വരെ കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. വേറെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ല. എന്നിട്ട് ഈ 35% തരാനുള്ളതോ അതൊട്ട് തരുന്നുമില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. ഒരു വർഷമായിട്ട് അത് കൊടുക്കുന്നില്ല. അപ്പൊ ഈ പദ്ധതി എങ്ങനെ നടന്നു? സംസ്ഥാന സർക്കാർ ഇപ്പൊ കൊടുക്കാൻ റോഡുകൾ നശിച്ചു. വീണ്ടും നബാർഡിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ലോൺ എടുത്തിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. കാരണം പല റോഡുകളും വെട്ടിപ്പൊളിച്ചു, അത് മൂടണ്ടേ? അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ നബാർഡിൽ നിന്ന് 5000 കോടി രൂപ ലോൺ എടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ പല റോഡുകളും പൈപ്പിട്ടു, അത് തല്ലിപ്പൊട്ടിച്ചു, അത് പൊട്ടിക്കേണ്ടി വന്നു. അത് നികത്താൻ പണമില്ല. 5000 കോടി രൂപ സംസ്ഥാന സർക്കാർ നബാർഡിൽ നിന്ന് ലോൺ എടുത്തിരിക്കുന്നു. അതാണ് കൊടുക്കുന്നത് ബില്ല് മാറാൻ. ഇപ്പം വന്ന കോൺട്രാക്ടർക്ക് ബില്ല് മാറി കൊടുക്കണ്ടേ? ഇതെടുത്ത് കൊടുക്കുകയാണ്. അപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ജലജീവൻ മിഷൻ ഈ ഒരു വർഷമായി തരാനുള്ള 35% കോടിക്കണക്കിന് രൂപ റിലീസ് ചെയ്തില്ല. കാരണം പണി പൂർത്തിയായി. എൻ്റെ നിയോജകമണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ 7 പഞ്ചായത്തുകളിലും പണി പൂർത്തിയായി. പക്ഷേ ബില്ല് കൊടുക്കാൻ നിവർത്തിയില്ല. കാരണം അവർ പൈസ തരണ്ടേ. ആ പൈസയും സംസ്ഥാന ധനകാര്യമന്ത്രി കണ്ടെത്തണം, സംസ്ഥാന ഗവൺമെൻറ് കണ്ടെത്തണം. ഇങ്ങനൊരു അവഗണനയുണ്ടോ? തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇനിയിപ്പോൾ മുറുക്കും. ഇനിയിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, ഇനി എയിംസ് വരും. അത് തൃശ്ശൂരിൽ വരുമോ ആലപ്പുഴയിൽ വരുമോ? കാരണം തൃശ്ശൂരാണെങ്കിലും MP പറയുന്നത് അമ്മയുടെ വീട് ആലപ്പുഴ, അതുകൊണ്ട് ആലപ്പുഴയിൽ മതി എന്നാണ് പറഞ്ഞത്. എന്നാൽ തെങ്കാശിയിലായാലും മതി എന്നായി. അവസാനം തെങ്കാശിയിലേക്ക് പോയി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒളിമ്പിക്സ് വരുന്നുണ്ട് കേട്ടോ, താൻ വലിയ പ്രശ്നമില്ല. ഇന്ത്യയിലല്ല, തൃശ്ശൂർ കേരളത്തിൽ ഒളിമ്പിക്സ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒളിമ്പിക്സേ ഏഷ്യാഡൊന്നും അല്ല, ഇവിടെ നിന്നൊക്കെ അങ്ങ് പോയി ഒളിമ്പിക്സ്. എന്തൊക്കെ കേൾക്കണം നമ്മളിപ്പോൾ. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പറയും വാഗ്ദാനം കൊടുക്കുക, പ്രകടന പത്രിക. പണ്ട് പ്രകടന പത്രിക ഒരു തമാശയായിരുന്നു. 1-ാം പിണറായി സർക്കാരിൻ്റെയും 2-ാം പിണറായി സർക്കാരിൻ്റെയും പ്രകടന പത്രിക മാത്രമാണ് ഇന്ത്യ മഹാരാജ്യത്ത് തെരഞ്ഞെടുപ്പ് ഇറക്കിയ പുസ്തകത്തിൽ 99%, 100% കാര്യങ്ങളും സാധിച്ചത് ഈ 2 പ്രകടന പത്രികകൾ എടുത്ത് പരിശോധിക്കാം. 1-ാം പിണറായി സർക്കാരിനെ വരുന്നതിന് മുമ്പ് ഇറക്കിയ പ്രകടന പത്രിക, 2-ാം പിണറായി സർക്കാരിന് ഇടയ്ക്കിയ പ്രകടന പത്രിക, ഇപ്പം നിലവിലുള്ളത്. അതിൽ 98% കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ചെയ്ത 2 പ്രകടന പത്രികയെ നമ്മളെ ഇന്ത്യ മഹാരാജ്യത്തെ ജനാധിപത്യത്തിൽ കണ്ടിട്ടുള്ളൂ. അതിനു മുമ്പ് ഈ പ്രകടന പത്രിക എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു കോമഡിയല്ലേ നമ്മളെ സംബന്ധിച്ച്. ഇലക്ഷൻ വന്നാൽ പ്രകടന പത്രിക ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകാത്ത കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ പുഴു അടിച്ചിട്ടുണ്ട് എന്നുള്ള കളിയാക്കിയ ആളുകൾ പറഞ്ഞിരുന്ന കാര്യമാണ് ഇന്ന് മാറിയിരിക്കുന്നത്.